എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുവാണ്. കാരണം മാതാവ് ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്യുന്നു എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തി കൊടുക്കുന്നുണ്ട്. അതിനെ ഓർത്ത് മാതാവിനോട് ഒരുപാട് നന്ദി ഞാൻ പറയുവാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്, മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുകയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും കൂടി ചെയ്യുക. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്, മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അധിക ഭക്തിയോട് കൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് നിങ്ങൾ പങ്കുചേരുകയും ചെയ്യുക. അതുപോലെ തന്നെ മാതാവ് ലൈവിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. മാതാവ് വെളിപ്പെടുത്തിയൊരു കാര്യമാണ് മാതാവിൻ്റെ രൂപം പണിയുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ലൈവിൽ അധിക ഭക്തിയോടുകൂടെ നിങ്ങൾ പങ്കുചേരുക. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അതുപോലെ തന്നെ ലൈവിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടാണ് മാതാവിനോട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ജോയിൻ ചെയ്യുന്നു അവരെല്ലാവരും രക്ഷിക്കപ്പെടും. അവരെല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് കൃപാസന മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് മാതാവിനോട് നിങ്ങൾ സമർപ്പിക്കുന്ന സമയമാണ് ലൈവ്. അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും 7:30-ക്കാണ് ലൈവ് നടക്കുന്നത്. ജോയിൻ ചെയ്തവർ തീർച്ചയായിട്ടും ബെൽ ബട്ടണോടെ എനേബിൾ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈവിൽ മുഴുവനായിട്ട് പങ്കുചേരുക. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, മാതാവിനോട് നേരിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമുക്ക് മുഴുവനായിട്ട് പങ്കുചേരുക. ഈ പ്രാർത്ഥന പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണിത്. എല്ലാ മക്കളും അമ്മയിലേക്ക് വരുവാനായിട്ട് അമ്മ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രാർത്ഥനയും അമ്മ വെളിപ്പെടുത്തി തരുന്ന ലൈവുമാണ് ഈ ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നത്. അമ്മയോട് നേരിട്ടാണ് എല്ലാവരുടെ ആവശ്യങ്ങൾ, ഈ മക്കളുടെ ആവശ്യങ്ങൾ നേരിട്ടാണ് അമ്മയിലേക്ക് സമർപ്പിക്കുന്നത്. അമ്മ ഇവരുടെ കാര്യത്തിൽ നേരിട്ടാണ് ഇടപെടൽ നടത്തുന്നത്. ഇവരുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാൻ അമ്മ തയ്യാറാണ്. അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അതിനോർത്ത് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. അമ്മയ്ക്ക് ഒരു രീതിയിൽ ഒരാളും വ്യത്യാസമില്ല, ഇന്ന ആൾക്ക് മാത്രമേ അമ്മ സഹായം ചെയ്യുമെന്നോ അങ്ങനെയൊന്നുമില്ല. അമ്മ ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവ്, യുദ്ധം നടക്കുവാണ്. അമ്മേ മാതാവ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മാറിക്കൊണ്ട് സമാധാനത്തോടെയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ലോകത്തുള്ള ഓരോ വ്യക്തികളെയും അമ്മ അനുഗ്രഹിക്കണമേ. എന്നാൽ തന്നെ യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം മാറും. അമ്മേ മാതാവേ, അമ്മയ്ക്കറിയാം. അമ്മ തീർച്ചയായിട്ടും എല്ലാവരെയും അമ്മയുടെ അടുക്കലേക്ക് അടുപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, എല്ലാ മക്കളെയും, ഈ ലോകത്തുള്ള മുഴുവൻ മക്കളെയും അമ്മ മാതാവ് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനോട് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. എത്ര കാലങ്ങൾക്ക് ശേഷമാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കുന്നതാണ്. അമ്മ മാതാവ് തീർച്ചയായിട്ടും ഇടപെടുന്നതാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ മാതാവേ, ഞാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ, ആ വ്യക്തിയെ അമ്മ പൂർണ്ണമായിട്ട് വിടുവിച്ചുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് സമൂഹത്തിലൊരു ഉന്നത നിലയിലേക്ക് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ കടബാധ്യതയിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, തീർച്ചയായിട്ടും അവരുടെ കടബാധ്യതയൊക്കെ മാറ്റിക്കൊണ്ട് നല്ലൊരു ശാന്തി സമാധാനമുള്ളൊരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തി സ്വന്തമായിട്ട് വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് സ്ഥലവും എടുക്കുവാനുള്ള സാഹചര്യം അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. തീർച്ചയായിട്ടും അമ്മ ഇടപെടുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ ചാനലിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജോലിയില്ല എങ്കിൽ അമ്മേ മാതാവേ, ആ വ്യക്തിക്ക് ജോലി കൊടുക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാനായിട്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഇല്ല ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായവർ, ഇനിയും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന നേരത്തെ ടെൻഷൻ അടിക്കുന്നവർ, അമ്മേ മാതാവ്, ഇവരെല്ലാം അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും വിടുവിച്ചുകൊണ്ട് ഇവർക്ക് ഇൻ്റർവ്യൂവിൽ അമ്മയുടെ സഹായത്തോടു കൂടെ ഇവരുടെ ഇൻ്റർവ്യൂ പാസ്സായിക്കൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് പോകുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ ഞാൻ ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ എക്സാം എഴുതുന്ന സാഹചര്യം അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു എക്സാം എഴുതുന്ന സമയത്ത് അമ്മയുടെ ഇടപെടൽ മൂലം, അമ്മയുടെ പ്രസൻസ് മൂലം അവർക്ക് നന്നായിട്ട് എഴുതുവാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ, സേഫായിട്ട് പോകുവാനും അതുപോലെ തന്നെ അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, നേഴ്സുമാരെ ഞാൻ
ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. നേഴ്സുമാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ സാഹചര്യങ്ങളിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്കൊരു ശാരീരിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ ഇല്ലാതിരിക്കുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് PSC എക്സാം അത്തരത്തിലുള്ള എക്സാം ഏതെങ്കിലും എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഏത് തരത്തിലാണെങ്കിലും ട്രൈ ചെയ്ത് നിൽക്കുന്നവർ അമ്മേ മാതാവേ, അമ്മ തീർച്ചയായിട്ടും ഇവരെ അനുഗ്രഹിക്കണമേ. ശമ്പളം കൂട്ടിക്കിട്ടുവാനായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് ശമ്പളം കൂട്ടിക്കിട്ടുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ശമ്പളം കിട്ടാതെ അങ്ങനെയുള്ള ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് പങ്കുചേരുന്നവരെ അമ്മേ മാതാവ് അവരെ കൈവിടരുതേ അമ്മേ മാതാവേ. തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ രോഗാവസ്ഥയൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പിൽ തന്നെ ആയ വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്മനാ ബുദ്ധിമുട്ടിൽ ആയിട്ടുള്ളവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അമ്മ തീർച്ചയായിട്ടും ഇവരെല്ലാം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത വ്യക്തികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഇപ്പോൾ എല്ലാവരും സമർപ്പിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. ഇവരെല്ലാവരും സമർപ്പിച്ചിരിക്കുന്ന ഈ ഓരോ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഓരോ ആവശ്യങ്ങൾ അമ്മ നടത്തി കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണമേ അമ്മേ മാതാവേ. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം ആൾക്കാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. ആ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും രീതിയിൽ മദ്യപാനം, മയക്കുമരുന്ന്, അത്തരം കാര്യങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അത്തരം ആൾക്കാരുടെ പൈശാചികമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് അമ്മ അവരെ വിടുവിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാറി നിൽക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവരുടെ ഇടയിൽ അമ്മ സമാധാനം കൊണ്ടുവരണമേ, അവരെ സന്തോഷിപ്പിക്കണമേ മാതാവ്. നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെയുള്ള ഒരു കുടുംബം അവിടെ ഉണ്ടാക്കിയെടുക്കണമേ അമ്മേ മാതാവ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി താമസിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അമ്മേ മാതാവ്, തീർച്ചയായിട്ടും അവരെ സമൂഹത്തിന് മുന്നിൽ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവരെല്ലാം ബഹുമാനിക്കുന്ന രീതിയിൽ ഒരു കുടുംബമാക്കി മാറ്റുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തികൾക്ക് പോലും അപകടം ഉണ്ടാവാതിരിക്കാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവർ യാത്ര ചെയ്യുന്ന വേളകളിൽ, അവർ നടക്കുന്ന വേളകളിൽ, അവർ ഉറങ്ങുന്ന സമയങ്ങളിൽ, എല്ലാ സമയങ്ങളിലും അമ്മയുടെ കൈത്താങ്ങോടുകൂടി, അമ്മയുടെ സംരക്ഷണത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണം അമ്മേ മാതാവേ. അമ്മ വെളിപ്പെടുത്തിയതനുസരിച്ച് ദീർഘായുസ് ഉണ്ടാകുവാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് അമ്മയോട് നേരിട്ട് എല്ലാ ദിവസവും കാര്യങ്ങൾ തുറന്നു പറയുന്ന മക്കളായി മാറുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് 1000 നന്ദി പറയുവാണ് അമ്മേ മാതാവേ.